നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തുന്നിച്ചേർക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഓരോ പ്രതീക്ഷകളും. ഓരോ വർഷവും വലിയ പ്രതീക്ഷകളോടെയാണ് ആരംഭിക്കുന്നത്. ജീവിതത്തിൽ ഇതുവരെ ചലിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പുതുവർഷത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത് അത് ജീവിതത്തിൽ നടപ്പാക്കി സ്വന്തം സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള അവസരം കൂടിയാണിത്. ഓരോ പുതുവർഷവും ഒത്തുചേരലുകളോടെയാണ് ആരംഭിക്കുന്നത്. പരസ്പരം സന്തോഷം പങ്കിട്ടും പ്രതീക്ഷകൾ കൈമാറിയുമാണ് ഓരോ പുതുവർഷത്തെയും നമ്മൾ വാരിപ്പുണരുന്നത്. പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്ന ഒരു ചെറിയ സന്ദേശം അല്ലെങ്കിൽ പ്രതീക്ഷ നിറഞ്ഞ ഒരു വാക്ക് പോലും പലരുടെയും ജീവിതം മാറ്റിമറിക്കും. ജീവിതം ഒരു പോരാട്ടമാണ്. ആർജവത്തോടെ അടരാടുക. അതിലൂടെ ഏതൊരു വൈഷമ്യങ്ങളെയും നമുക്ക് നേരിടാനാകും. അതിനുള്ള മനോധൈര്യം ഏവർക്കും സ്വായത്തമാക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വപ്നം പാലക്കാടിന്റെ പുതുവർഷ ആഘോഷത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പൊതുവായ കരുണ, അത് സ്വപ്നം പാലക്കാട് പോലുള്ള സംഘടനയാണെങ്കിലും പൊതുവായ ജനപ്രതിനിധികളാണെങ്കിലും എല്ലാം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തപ്പെട്ടവർ, ഓരം ചേർന്ന് പോയവർ, പ്രയാസപ്പെടുന്നവർ, അവരുടെ പ്രയാസങ്ങൾ കേൾക്കുക, അതിന് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്നത് ഏത് ജനപ്രതിനിധിയെ പോലെ തന്നെ, ഏത് ചുമതലക്കാരെ പോലെ, ഭരണത്തിന്റെ ചുമതലക്കാരെ പോലെ തന്നെ ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. സ്വപ്നം പാലക്കാട് ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി. പാലക്കാട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനു വേണ്ടി കഴിഞ്ഞ 12 വർഷമായി പ്രവർത്തിക്കുന്ന സ്വപ്നം പാലക്കാട് സൊസൈറ്റി ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി. പാലക്കാട് ഗസാല ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സ്വപ്നം പാലക്കാടിന്റെ രക്ഷാധികാരി NG ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ലില്ലി വാഴയിൽ അധ്യക്ഷത വഹിച്ചു. HIV ബാധിതരുടെ ക്ഷേമത്തിനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചതിന് കുര്യാക്കോസ് ഏലിയാസ് സർവീസ് സൊസൈറ്റിയുടെ ഫിനാൻസ് ഓഫീസറും പ്രൊജക്ട് ഡെലിഗേറ്റും ആയ CK ഷാജുവിനെ പൊന്നാടയും മൊമാന്റയും നൽകി ആദരിച്ചു. തൃശൂരിലെ കുര്യാക്കോസ് ഏലിയാസ് സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ ജിൻഡോ ചെറിയത്ത് പുതുവത്സര സന്ദേശം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ടൗൺ പ്രസിഡന്റ് M അസൻ മുഹമ്മദ് ഹാജി, സ്വപ്നം പാലക്കാട് സെക്രട്ടറി റിസാന ബീഗം, മാധ്യമപ്രവർത്തകൻ ജോസ് ചാലക്കൽ, ജോയിന്റ് സെക്രട്ടറി പ്രേമ VK, വൈസ് പ്രസിഡന്റ് ശിവദാസ് മണ്ണൂർ, ട്രഷറർ ഹരിദാസ് കേരളശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക വേദിയിൽ സൊസൈറ്റി കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. ജനറൽ ബോഡി യോഗത്തിൽ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. പരിഹാരം കണ്ടെത്താവുന്ന രീതിയിലേക്കുള്ള പരീക്ഷണ ഘട്ടങ്ങൾ നടക്കുന്നുണ്ട്. നല്ല വിജയം വരിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാണ് സ്റ്റെം സെൽ തെറാപ്പി. അത് ഭയങ്കര ചെലവുള്ളതാണ്, സമ്പന്നർക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. അത് വിജയിച്ചിട്ടുണ്ട്. ആ വിജയം നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ലക്ഷങ്ങൾ കുറെ ചെലവഴിക്കണം. അപ്പൊ അതിനെപ്പറ്റി മറക്കാം. നല്ലൊരു വാക്സിൻ അടുത്തതിന് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ്. ക്യാൻസറിന് ഇപ്പോഴും മരുന്ന് കണ്ടെത്തിയില്ല. റഷ്യ മരുന്ന് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞാൽ 2-3 തരം ക്യാൻസറുകളെ എന്താ പറയുക വരാതിരിക്കാൻ നോക്കാന്നുള്ളൂ. എല്ലാറ്റിനുള്ള മരുന്നൊന്നും എത്തിയിട്ടില്ല. അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ള റഷ്യയുടെ ഒരു മികവ്. നിങ്ങളെ എല്ലാവരെയും ഒത്തിണക്കി കോർത്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരും. നിങ്ങൾ ആരും വേർപെട്ടുള്ള ആൾക്കാരല്ല എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി തരാനാണ്. പക്ഷേ അത് ഇത്രയും വർഷമായിട്ട് സ്വപ്നം പാലക്കാട് ഇത് വളരെ നല്ല രീതിയിൽ നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുണ്ട്, അല്ലേ? പല പ്രയാസങ്ങളും ഉണ്ടാവും. അപ്പൊ എനിക്ക് പ്രയാസമുണ്ട്, ജോൺസൺ സാർക്കും പ്രയാസം ഉണ്ടാവും, ലില്ലിക്കും ഉണ്ടാവും. എല്ലാവർക്കും അവരുടേതായ പ്രയാസങ്ങളും ഇതെല്ലാം തീർന്നു കൊണ്ടുപോകുമ്പോഴും നിങ്ങളെല്ലാവരും ഞങ്ങളുടേതാണ്, ഞങ്ങളുടെയും കൂടെ ആണ് എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട സാധന സാമഗ്രികൾ തരുന്നത്, അല്ലേ? സന്തോഷമല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ വർഷത്തിൽ 1-2 പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഓണം, വിഷു, തിരുവാതിര എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സ്വപ്നം പാലക്കാടിന്റെയും എന്റെയും ഉദ്ദേശം. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.